നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിലാണ്. നമ്മൾ ഓർഗാനിക് കേരളത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത, എന്നാൽ നമ്മളോട് ഒരുപാട് ആളുകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കാലമായി നമ്മളോട് ഒരുപാട് ആളുകൾ പറയുന്നു നമ്മൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എന്താണെന്നും അതിനെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യാണ്. വീഡിയോയിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഗ്രീൻ വാലി ഫാമിലാണ്, അതായത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിലെ ഉമ്മർകുട്ടി സാറിൻ്റെ ഗ്രീൻ വാലി ഫാമിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക, നമ്മുടെ ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എത്ര വർഷമായി നമ്മുടെ ഈ ഗ്രീൻ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് എത്രയായി? ഇത് 2012 ഏതാണ്ട് 8 വർഷം കഴിഞ്ഞു. 2012 തുടങ്ങിയല്ലേ സാർ? അതിന് മുന്നേ എന്താണ് സാർ ചെയ്തുകൊണ്ടിരുന്നത്? ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറിംഗ് പ്രൊഫസറാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ വിട്ടിട്ട് ഇത് ഒരു മനസ്സിന് മൈൻഡ് ഫ്രീ ആയിട്ടുള്ള എന്താ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിലേക്ക് ഇറങ്ങിയിട്ട്. കാരണം അറിയാമല്ലോ, ഈ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് പൊതുവെ ടെൻഷനും പിടിച്ചതും ഭയങ്കര ഇതല്ല. അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. ഈ എഞ്ചിനീയറിംഗിൽ ഇങ്ങനെ ഒരു കാർഷികപരമായ ഇതിലേക്ക് വരാണ്ടായ ഒരു ഡൈവേർഷൻ ശരിക്കും എന്താണ്? അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സൗദിയിൽ റിയാദിൽ ഫാമിലി ആയിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ അറിയാമല്ലോ, മരുഭൂമിയും മറ്റുള്ള അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു പച്ചപ്പ് കാണണമെങ്കിൽ നമ്മൾ ഈ വീക്കെൻഡിൽ കുട്ടികളെയും കൊണ്ട് ഇതുപോലെ അവരെ മസ്ര എന്ന് പറയും, അതായത് ഷെയ്ക്കുമാരും വരെയൊക്കെ ഇതുപോലെ ഷെഡൊക്കെ കെട്ടി അതിനകത്ത് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള അതൊക്കെ പോയി കാണുമ്പോഴേ അന്ന് മനസ്സിൽ ഉദിച്ചാണ് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഈ ഒരു ഐറ്റത്തിലേക്ക് ഇത് അധികം ആളുകൾ ചെയ്യുന്നില്ല. ഒന്നാമത് നമ്മുടെ നാട്ടില് വളരെ വൈഡായിട്ട് വന്നിട്ടില്ല. അത് ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഒന്ന് രണ്ടാൾക്കാർ ഈ കേരളത്തിൽ ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട്. ഇങ്ങനെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തിരഞ്ഞെടുക്കാനുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് ഒറ്റയടിക്ക് തിരഞ്ഞെടുത്തതല്ല. നേരത്തെ നമ്മൾ സലാഡ് കുക്കമ്പർ ആയിരുന്നു, പോളി ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് എല്ലാവരും ചെയ്യുമ്പോൾ സലാഡ് കുക്കുംബറാണ് നമ്മൾ തുടങ്ങിയത്. അത് വേണ്ടത്ര വിജയിച്ചു എന്ന് പറയാം. പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്യൂ ആയി. കാരണം ഇവിടെ 100% നമ്മൾ ജൈവ കൃഷിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മളിവിടുത്തെ രാസവളമോ കീടനാശിയോ ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മളത്തെ കൃഷി രീതി ഇവിടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് വിഷമം വന്നപ്പോൾ പിന്നെ വേറെ ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ സലാഡ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ ദിവസം നനക്കണം. അപ്പോൾ വേനലിൽ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ചെറിയ ഇഷ്യൂ വന്നു. അപ്പം അങ്ങനെയാണ് പിന്നെ ആലോചിച്ചത് ഇതിലേക്ക് എങ്ങനെയാണ് വെള്ളം കുറച്ച് ഉപയോഗിക്കുന്നത്. ഇത് കാക്ടസ് ഫാമിലിപ്പെട്ടതാണ്, ഡെസേർട്ടിലാണ് അധികം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വെള്ളം വളരെ കുറച്ച് മതി. അപ്പോൾ അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ അതെന്നാൽ ഇതൊരു വ്യത്യസ്ത ഒരു ഫ്രൂട്ട് വെള്ളം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ വെള്ളരി മണ്ടയ്ക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വ്യത്യാസം. നമ്മൾ ഇത് ചെയ്യുമ്പോഴേ നമ്മൾക്ക് ഇതുവരെ അറിയാത്തൊരു കൃഷി രീതിയാണ്. അപ്പോൾ സാറ് എങ്ങനെയാണ് ഇതിലേക്കൊരു അതിനെ പറ്റി പഠിക്കാനും? ഏതാണ്ട് ഇതിനെ പറ്റി പഠിക്കാൻ ഞാനൊരു എൻ്റെ 8 മാസം ഞാൻ ചിലവഴിച്ചു. അത് പല സ്ഥലത്തും ഇന്ത്യനകത്തും പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ ഇതിൻ്റെ പ്ലാന്റിങ് മെറ്റീരിയൽ എന്താണെന്നുള്ളതും എല്ലാം ഒരു 90% നെറ്റിൽ കൂടിയാണ്. പിന്നെ അങ്ങനെ ഗ്രാജുവലായിട്ട് നമുക്ക് ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും കിട്ടി എനിക്ക് ഇൻ്റർനാഷണലായിട്ട്. അതായത് ഡ്രാഗൺ ഫ്രൂട്ട് ഗ്രോവേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഗ്രോവേഴ്സ് ഇന്ത്യ, നല്ല എക്സ്പേർട്ട്. പിന്നെ അതിൽ കേരള. അങ്ങനെ അതിൽ ഈ ചെയ്തവർ ഇവിടുത്തെ ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പോളി ഹൗസിൻ്റെ കൺസെപ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ വളരെ അഡ്വാൻസ് ആണെന്നാണ് കേരളക്കാർ പറയുന്നത്. പക്ഷേ ഞാൻ ചെന്ന് കണ്ടപ്പോൾ അവിടെയൊക്കെ ഈ പോളി ഹൗസ് ഔട്ട് അപ്ഡേറ്റ് ആയിക്കണോ, 7 വർഷം മുമ്പ് തുടങ്ങിയിരിക്കണോ. നമ്മൾ അപ്പോഴാണ് തുടങ്ങുന്നത്. ചില കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കൃഷി അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ ചെന്നപ്പോൾ അവർ വളരെ അഡ്വാൻസ് ആയിട്ടുണ്ട്, ഇതിന് റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും തുടങ്ങിയിട്ടില്ല. സാറ് ഇപ്പോൾ സാറിങ്ങനെ ഈ ജൈവ കൃഷിയുടെ ഇതിലേക്ക് ഇതാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് ചോദിക്കണേ. ഞാൻ ഒരുപാട് ആളുകളുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരിന് ഓർഗാനിക് കേരള എന്നാണ്. നമ്മൾ ജൈവ കൃഷിയെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം.
പക്ഷെ നമ്മൾ ചെല്ലുന്ന ഒരുപാട് ആളുകളൊരു പ്രധാന പരാതി എന്ന് പറയുന്നത് നമുക്ക് ജൈവമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടത്ര വിളവ് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ജൈവമായിട്ട് ചെയ്തിരിക്കുന്നു. സാറിൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം തന്നെ നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിലുള്ളൊരു ഇതെന്താണ്? പക്ഷെ അത് ജൈവം നമ്മൾ കറക്റ്റ് മണ്ണിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് മതി. കാരണം ഞാൻ ഇപ്പോൾ ഈ പുറത്തുനിന്ന് നമ്മൾ എന്ത് ജൈവ വളം വാങ്ങുകയാണെങ്കിലും എനിക്കതിൽ വിശ്വാസമില്ല. ഞാൻ എൻ്റെ വളം ഇവിടെ തന്നെ ചെയ്യാണ്. മണ്ണിര കമ്പോസ്റ്റും വേസ്റ്റും വെച്ചിട്ട് ഇവിടെ തന്നെ ചെയ്യാണ്. പിന്നെ കീടനാശിനി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. കാരണം എൻ്റെ ഇത് പറഞ്ഞാൽ ഭൂമി മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല, എല്ലാവർക്കും കൂടി ഉള്ളത്. അപ്പോൾ അവരും കൂടി അപ്പോൾ ചില പോസ്റ്റൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കിളികൾക്കും മറ്റുള്ളവർക്കൊക്കെ വിട്ടുകൊടുത്തില്ല. അവരും ജീവിക്കട്ടെ എന്നുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൻ്റെ ഇത് ആ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അതെ, ഇവിടെ ഭയങ്കര മാറ്റമുണ്ടേ. നമ്മൾ സാധാരണ പോലെയല്ല, ഒരു ജൈവം ചെയ്യുമ്പോൾ ചില ആളുകൾ പറയുന്ന ഒരു രീതിയിലല്ല ഇവിടെ കാണുന്നത്. വേറൊരു കാര്യം ചോദിച്ചത്, സാർ ഇത്രയും കാലം ഗൾഫിലായിരുന്നു, അവിടെ അങ്ങനെ ജോലി കഴിഞ്ഞു തിരിച്ചു വരുന്നു. ഈ സാറിന്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സാറിന്റെ ഒരു നല്ല പ്രായത്തിൽ ഗൾഫിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു മണ്ണിന്റെ സ്ഥിരതയല്ല സാർ ഇവിടെ വന്ന കാലത്ത് ഉണ്ടായിരിക്കാം. അതായത് സാർ ചിലപ്പോൾ പോണ കാലത്തൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമോ ഇത്രത്തോളം രാസവളങ്ങൾ വന്നിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു സംഭവം ഒരു അങ്ങനത്തെ ഒരു സമയത്താണ് സാറ് റിട്ടേൺ വന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് സാർ ഇവിടെ ഇതും തുടങ്ങിയത്. അപ്പൊ ഈ മണ്ണിനെ ഇതിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കേണ്ട ഒരു മണ്ണിനെ മാറ്റിയെടുക്കേണ്ടി വന്നു. അതിന് നമ്മൾ ഇവിടെ എന്താ ഇവിടെ ഇവിടെ പിന്നെ എനിക്ക് ഇവിടെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. കാരണം ഇത് കല്ല് വെട്ടിയ സ്ഥലമാണ്. പൊതുവെ ആ മണ്ണിൽ വളമയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ ഇട്ട് മണ്ണിനെ പുഷ്പിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് പിന്നെ മറ്റുള്ള കാര്യമാണെങ്കിൽ നമ്മൾ മണ്ണിനെ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഓർഗാനിക്കായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു 2-3 വർഷം എടുക്കും. അത് ഒറ്റയടിക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല, ഗ്രാജുവലായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോട്ടെ, ഇതിന്റെ മുന്നേ നമ്മള് സലാഡ് വെള്ളരി ചെയ്തുകൂടെ? അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ മാറ്റിയെടുത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിന് വിളവ് ലഭിക്കാൻ കാരണം അല്ലേ? അതായത് ഇപ്പൊ ഞാൻ ഇത് തുടങ്ങിയിട്ട് 8 വർഷമായി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത്രയും കാലങ്ങൾ നമുക്കതിന് എടുത്തു മാറ്റിയെടുക്കാൻ വേണ്ടി. അത് മാറ്റിയെടുക്കാൻ എന്താണ് പ്രധാനമായിട്ട് ഇവിടെ എന്താ ചെയ്തത്? ശരിക്കും ഇങ്ങനെ വെട്ടുകല്ലൊക്കെ വെട്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു മെയിനായിട്ട് മണ്ണിരയാണ് ഇതിന്റെ മെയിൻ. ഇപ്പൊ നമുക്ക് ഇവിടെ എവിടെ കുഴിച്ചാലും നമുക്ക് മണ്ണിരനെ കാണാൻ പറ്റും. സാധാരണഗതിയിൽ ഇപ്പൊ ഈ രാസവളം ഉപയോഗിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ മണ്ണിരനെ കാണാൻ പറ്റില്ല. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. നമ്മള് ജൈവവും പ്രകൃതി കൃഷിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ പ്രകൃതി കൃഷിക്കാർ കൂടുതലായിട്ടും മണ്ണിര സംഭവങ്ങളൊക്കെയാണ് അവര് ചെയ്യുന്നത്. അവര് കളയ്ക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ജൈവം സാർ ഇവിടെ രണ്ടും കൂടി കൂടിയിട്ടാണ് പക്ക ജൈവമായിട്ടാണ് അതായത് എൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ എല്ലാം പഴയ രൂപത്തിൽ കൂടി ആകുമ്പോഴേ, കാരണം കാലത്തിനനുസരിച്ച് നമ്മൾ നീങ്ങണല്ലോ. അതാണ് ഇതൊരു ഹൈടെക് ഫാം എന്നുള്ള കൺസെപ്റ്റിലേക്ക്. ആ ഒരു വ്യത്യാസം എന്താണ് മറ്റു സ്ഥലങ്ങളിൽ ഇവിടെ ചെയ്യുന്ന രീതി? അതായത് ഇപ്പോൾ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ എടുക്കാം. ഇതിപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ കാണുന്ന മാതിരി പുറത്ത് പോസ്റ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഈ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ഡ്രാഗൺ ഗ്രൂവേഴ്സ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ പുറത്ത് തുർക്കിയിലും മറ്റേ സ്പെയിനിലും ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, പോളി ഹൗസിൻ്റെ അകത്ത്. അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ പോളി ഹൗസ് അപ്പോൾ കാലിയായി കിടന്നപ്പോൾ ഞാൻ അതിൽ പരീക്ഷിച്ചത്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഡബിളാണ്, പുറത്തിനേക്കാളും ഗ്രോത്ത് ഡബിളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമാണ്, അത് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നെസ്സും കൂടുതലുണ്ട് പുറത്തിനെ അപേക്ഷിച്ച്. പിന്നെ ഇവിടുത്തെ ഈ ഫ്രൂട്ടിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ അധികം മഴ സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്കറിയാലോ മഴ സമയത്ത് പഴത്തിൻ്റെ മധുരം കുറയുന്നല്ലോ. പക്ഷെ അകത്ത് നമുക്കത് ബാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറേ അഡ്വാൻസ് പിന്നെ അതിൻ്റെ അകത്ത് വെള്ളം വളരെ കുറച്ച് മതി. ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് ഫ്രൂട്ട്സിന്റെ ഇങ്ങോട്ട് പോവാം. അതായത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ശരിക്കും ഒറിജിനൽ ഇത് ഏത് നാട്ടുകാരനാണ് ശരിക്കും? ഇത് ശരിക്കും മെക്സിക്കോ ആണ്. മെക്സിക്കനാണ് ഇതിൻ്റെ വിഭവം. പിന്നെ അതിന് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് വിയറ്റ്നാം, കംബോഡിയ, തായ്ലാൻഡ്, ശ്രീലങ്ക അങ്ങനെയുള്ള സ്ഥലത്താണ് കൂടുതൽ ചെയ്യുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കുറേ വെറൈറ്റികൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മധുരമുള്ളതും മധുരമില്ലാത്തതും പിന്നെ അങ്ങനെ പല ഐറ്റം, ഷുഗർ കഴിക്കാൻ പറ്റിയതുകൊണ്ട് കട്ടി മധുരമുള്ളതും. അതല്ലേ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ്
ഇപ്പോൾ നമ്മൾ ഫ്രൂട്ടിനെ പറ്റി ആളുകൾക്ക് ഈ മീഡിയയിൽ കുറേയൊക്കെ അറിഞ്ഞത് കൊണ്ട് നമ്മളടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള വിപണനം മാത്രമേ അതേ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ അങ്ങോട്ട് കുറച്ചും കൂടി എക്സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കേണ്ടി വരും, അത് എക്സ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടെ വരുമ്പോഴേ സാറിന് ഇത് ശരിക്കും കേരളത്തിൽ തന്നെ മൊത്തം നല്ലൊരു മാർക്കറ്റ് കണ്ടെത്താവുന്ന അത്രയും പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട്, അത്രത്തോളം വൈഡായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു നല്ല സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ വന്ന് തുടങ്ങി. ഇതൊക്കെ ആദ്യം മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് തോന്നുന്നു. ഇവിടെ സാറിന്റെ അറിവിൽ കേരളത്തില് പരിചയക്കാരൊക്കെ ഉണ്ടോ ഇത് ചെയ്യുന്ന ആളുകൾ? കുറെ പേരുണ്ട്. ഇപ്പൊ ബൾക്കായിട്ട് ചെയ്യുന്നപ്പോ വിജയൻ സാറുണ്ട്, നമ്മളെ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ജ്യോതിഷ് കുമാർ സാറുണ്ട്, ജ്യോതിഷ് കുമാർ പത്തനംതിട്ടക്കാരൻ, പാലക്കാട് ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിലുള്ള എല്ലാവരായിട്ടും നമുക്ക് ടൈപ്പ് ഉണ്ട്. നമ്മൾക്ക് എന്ത് ഐറ്റം കിട്ടുകയാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും കൂടി എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതെല്ലാവരായിട്ടും ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് നമ്മളെ ഫ്രൂട്ട് ഒന്ന് കാണാം. നമ്മൾ ശരിക്കും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു ഇത് തുടങ്ങുമ്പോഴേ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എങ്ങനെയാണ് ഇതിന്റെ തൈകളൊക്കെ വെക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണ്? ഇതിൽ 2 തരത്തിലാണ് തൈ ഉണ്ടാക്കുന്നത്. 2 അല്ല 3 തരത്തിൽ. ഒന്ന്, ഇതിൻ്റെ അകത്ത് ഫ്രൂട്ടിൻ്റെ അകത്ത് വിത്തുണ്ട്, ചെറിയ വിത്തുകൾ. അത് മുളപ്പിച്ചിട്ട് നമുക്ക് തൈ ഉണ്ടാക്കാം. അത് നമ്മുടെ ഈ ക്ലൈമറ്റിൽ മുളയ്ക്കുമോ? മുളക്കും. ഒരു 4 ദിവസം കൊണ്ട് അത് മുളച്ചു കിട്ടും. അതിൻ്റെ ഞാൻ ചെറിയ തൈകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ 2, ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം ഈ തണ്ട് കട്ട് ചെയ്യും. സീസൺ കഴിഞ്ഞതിന് ശേഷം ഈ തണ്ട് കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിച്ചിട്ട് തൈ ഉണ്ടാക്കും. പിന്നെ വേര് പിടിപ്പിക്കാൻ നമ്മുടെ സാധാ സോയിൽ തന്നെയാണോ? സാധാ സോയിൽ തന്നെ. അത് കുറച്ച് മറ്റേ കമ്പോസ്റ്റും മണ്ണും ചകിരിച്ചോറും അതിൽ നമുക്കുണ്ടാക്കാം. പിന്നെ 3ാമത്തെ കാര്യം, അത് പിന്നെ സാധാരണ അത്യാവശ്യമില്ല, നമുക്ക് ഈ റെയർ ആയിട്ടുള്ള ഐറ്റംസ് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് $100 $110 ഒക്കെ ചെറിയ പീസിന് വാങ്ങും. അപ്പോൾ ഈ തണ്ട് അത് റെയർ ഐറ്റംസ് ആണ്. അപ്പോൾ അതെന്താ വ്യത്യാസം എന്താണ് അതിൽ? അതായത് സ്വീറ്റ്നെസ് കൂടുതലുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ചെറിയ പീസുകളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ 3 മെത്തേഡിലാണ് സാധാരണഗതിയിൽ ഇത് കൃഷി ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒറ്റ ഐറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് നമ്മൾ എത്ര ഐറ്റം ചെയ്യുന്നുണ്ട്? അല്ല, ഇവിടെ ഏതാണ്ട് ഒരു 15ഓളം ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. 15ഓളം ഐറ്റം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഈ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പം ഈ അകത്ത് റെഡ് ഫ്ലഷ് ഉള്ള ആ ഐറ്റാണ്. ഇതിന് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയും. ആ വെറൈറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ബ്യൂട്ടി അല്ലേ? ഓക്കെ, അതാണ് നമ്മൾ കൂടുതൽ, അതാണോ നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് വരുന്നത്? മാർക്കറ്റിൽ കൂടുതൽ അതല്ല വരുന്നത്. മാർക്കറ്റിൽ വരുന്നത് അകത്ത് വൈറ്റ് ഫ്ലഷ് ഉള്ളതാണ്. അത് പൊതുവെ ഇത് റെഡ് ആണ് അല്ലേ? റെഡുമാണ്. പിന്നെ ചെറിയ മധുരമുണ്ട്. ഇത് മധുരം കൂടുതലാണ്. മധുരമുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് സെലക്ട് ചെയ്യാൻ കാരണം ഈ ഐറ്റം നമ്മളെ കാലാവസ്ഥക്കും പിന്നെ അത്യാവശ്യം നല്ല ഈൽഡും ഉണ്ട്. പിന്നെ കാര്യമായ കീടനാശിനികൾ ഇതിനെ ഉപയോഗിക്കേണ്ടി വരില്ല, കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ 15 ഐറ്റം ഞാൻ ആദ്യം പോളിഹൗസിൻ്റെ അകത്ത് ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ, അത് അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ സർവ് ചെയ്യുകയാണെങ്കിൽ അത് പുറത്തുണ്ടാവും. അപ്പോൾ അതിന് സെലക്ട് ചെയ്തതാണ് ഈ ഐറ്റം. അല്ലേ? ശരിക്കും ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കാലാവധി എത്രയാണ്? ഇത് ഏത് മാസത്തിലാണ് ഇത് കായ്ക്കുന്നത്? അങ്ങനെ അതിന്റെ ഒരു സമയം? ഇതിന്റെ ഫ്ലവറിംഗ് സീസൺ, അതായത് പൂടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതലാണ് തുടങ്ങുക. ഏപ്രിൽ മുതൽ അത് ഏതാണ്ട് ഒരു ഒക്ടോബർ വരെ നമുക്ക് ഇതിന് കായ്ഫലം കിട്ടും. ഏപ്രിൽ മുതൽ അതൊരു 5-6 മാസത്തോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഫ്രൂട്ട് പൂവിട്ട് കഴിഞ്ഞാൽ അത് അറുക്കുമ്പോഴത്തേനും അടുത്ത മുട്ട് വരും. അങ്ങനെ നമുക്കൊരു 3-4 പ്രാവശ്യം ഒരേ ഇതിൽ തന്നെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ നമ്മളിപ്പോ ഏപ്രിൽ മുതൽ നമുക്ക് ഒക്ടോബർ വരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും കേരളത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ മഴക്കാലം ഈ ഒരു കാലയളവിൽ കഴിഞ്ഞുപോയി. അപ്പൊ അത് നമ്മളെ ഇതിനെ ബാധിക്കില്ലേ നല്ലോണം? അതാണ് ഇപ്പൊ ഇതിന്റെ ഈ ഫ്രൂട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, മഴ അധികം കൊള്ളുമ്പോഴേ അതിന്റെ സ്വീറ്റ്നെസ് കുറച്ച് എഫക്റ്റ് ആവുന്നുണ്ട്. ശരിക്കും കർഷകനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയല്ലേ? പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ ആവശ്യമല്ലേ, നമ്മള് എല്ലാം കൂടി പോളി ഹൗസിന്റെ അകത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് ബാധിക്കുന്നില്ല. പക്ഷേ പോളി ഹൗസ് ഇപ്പൊ സാധാരണക്കാർക്ക് ഇപ്പൊ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാണാം. ഒരു പോളി ഹൗസ് ഇപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കി പറഞ്ഞ ഒരു 5500 സ്ക്വയർ ഫീറ്റിന് തന്നെ ഏതാണ്ട് 7 ലക്ഷത്തിലേറെ ചെലവഴിക്കേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് സാറേ, ഇതിങ്ങനെ ഇത് വരുമ്പോഴേ സാർ ഇപ്പൊ ഇങ്ങനെ പുറത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ സാർ ഉദ്ദേശിച്ച ഒരു വിലയും അല്ലെങ്കിൽ സാർ ഉദ്ദേശിച്ച ഒരു മാർക്കറ്റ് ഇതിന് ലഭിക്കുമോ ഇങ്ങനെ വരുമ്പോൾ? മധുരം കമ്മിയും കാര്യങ്ങളൊക്കെ? അല്ല, മധുരം കമ്മി എന്ന് പറഞ്ഞാൽ നമ്മളത് ഇത്രയും മെച്ചറാവരുത്. കുറച്ച് കളർ മാറുമ്പോൾ തന്നെ അറുത്തിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ പ്രശ്നം വരില്ല.
അപ്പോൾ വരില്ല അപ്പോൾ വരില്ല അല്ലേ? ശരിക്കും ഇപ്പൊ ഇവിടെ ഒരുപാട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മുകളിലേക്ക് കെട്ടി ശരിക്കും വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൽ നിന്ന് എത്ര തവണ നമുക്ക് ഇതെടുക്കാം, വിളവെടുക്കാം? അത് ഒരു സീസൺ കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു 4-5 പ്രാവശ്യം ഒരു ചെടിയിൽ തന്നെ നമുക്ക് കിട്ടും. ഒറ്റ വർഷം നമുക്ക് ഈ തൈകളൊക്കെ വീണ്ടും മാറ്റണം? വേണ്ട, ഇത് ഒരു ചെടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 22 വർഷം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആയവരുണ്ട്. 22 വർഷം ഇതേപോലെ വിളവും തരും? വിളവും തരും. അതായത് ഇത് 3ാമത്തെ വർഷം മുതൽ ഇതിന്റെ വിളവ് കൂടി വരും. 1.5 വർഷം കൊണ്ട് കഴിക്കാൻ തുടങ്ങും. ഇവിടെ ഇപ്പൊ നിൽക്കുന്നതൊക്കെ എത്ര വർഷമായിട്ടുള്ള? ഇതൊക്കെ ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ അല്ലേ? അല്ല, ഇതിന്റെ അകത്ത് ഇപ്പൊ 4ാമത്തതാണ്. ഇപ്പൊ ഇത് നമ്മൾ ഫസ്റ്റില് ഏപ്രിലിൽ തുടങ്ങി അത് മെയിൽ, അതായത് 28 ദിവസം കൊണ്ട് നമുക്ക് ഈ പഴം ഇറക്കാം. അപ്പോഴത്തേന് അടുത്ത മുട്ട് വന്ന് പൂവാകും. അപ്പൊ അങ്ങനെ നമുക്കൊരു 4-5 പ്രാവശ്യം ഇതിന് ഓരോ ചെടിയിൽ നിന്ന് തന്നെ അറുത്തുകൊണ്ടിരിക്കാം. പ്രധാനമായിട്ട് ഒരു പരിചരണം എന്താണ് വരുന്നത് ഇതിന്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് എന്താണ് പരിചരണം? ഇതിന് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഷെഡ്യൂൾ വെച്ചിരിക്കുകയാണ്. 3 മാസം കൂടുമ്പോൾ ഇതിനെ വളം ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണേ, കളകളൊക്കെ പറിക്കാറായി. അപ്പോൾ പറിച്ച് വൃത്തിയാക്കി അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒറ്റ വളം സാറ് ഇവിടെ ഉണ്ടാക്കുന്ന ആ ജൈവവളം മാത്രമാണോ ഇതിന് യൂസ് ചെയ്യുന്നത്? ഇതിൽ ഞാൻ പുറത്തുനിന്ന് വേപ്പ് പിണ്ണാക്ക് വാങ്ങുന്നുണ്ട്. അതേ പുറത്തുനിന്ന് വാങ്ങുന്നുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഫ്രൂട്ടിന്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ മൊട്ട്, ചെറിയ മൊട്ട് ഇത്. ഇത്രയും ചെറുത്. അതിങ്ങനെ വലുതായി ഈ പരുവത്തിലെത്തി. ഇതിപ്പോ ഇനി ഒരാഴ്ച കൊണ്ട് ഇത് വിരിയാൻ തുടങ്ങും. ഒരാഴ്ച കൊണ്ട് വിരിയാൻ തുടങ്ങും. വിരിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ ആയി, ഇതുപോലെ ആയി. 2 ആഴ്ച പിന്നെ അങ്ങനെ കളർ മാറി, ഇതുപോലെ കളർ മാറി. പിന്നെ നമ്മൾ ഫ്രൂട്ട് മെച്ചൂറായിട്ട് ഈ രൂപത്തിലൊക്കെ എത്തിച്ചേരും. 28 ദിവസം കൊണ്ട് ഇതിപ്പോൾ നമുക്കൊരു 4 ദിവസം കൊണ്ട് നമുക്ക് അറക്കാറായി കട്ട് ചെയ്യാം. അറക്കാല്ലേ? ഈ ഇത് അറുത്ത് കഴിഞ്ഞാലേ നമുക്ക് അപ്പം തന്നെ ഇത് മാർക്കറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സാറിപ്പോൾ അത് കാര്യമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണോ യൂസ്? സോഷ്യൽ മീഡിയ തന്നെ. നമ്മൾ അറുത്ത് വെക്കാറില്ല. കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ചെടിയിൽ നിന്ന് അറുത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതിന് സാറിനകത്ത് പറഞ്ഞ പക്ഷികളും ഇവരൊക്കെ ഭയങ്കര ഒരു പക്ഷികൾ ചെറുതായിട്ടുണ്ട്. അത് നമ്മൾ അത്ര കാര്യമാക്കാറില്ല. അല്ലാതെ കാര്യമായിട്ട് ഇതിന് കീടങ്ങളുടെ ആക്രമണ സാധനം കീടങ്ങൾ കാര്യമില്ല. ഇതിലൊരു ഉറുമ്പ് ശല്യമേ ഉള്ളൂ കാര്യമായിട്ട് ഇതിൽ വരുന്നത്. അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതിന്റെ വേര് എന്ന് പറയുന്നത് മേലത്തിനായിരിക്കും, ഇതിന് താഴെ വേരില്ല. അതെ. ഇതിന് നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ മണ്ണിടേണ്ട ആവശ്യമില്ല. ഇതിന് വെറും വളപ്രയോഗം മാത്രം അതിന്റെ മേലെ ചെയ്താൽ മതി. ഇതിന് വേറെ മണ്ണോ സംഭവം ഇല്ല, ഒന്നും വേണ്ട. ഇതിങ്ങനെ ഈ കാലിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചു പോകും. ഇതിങ്ങനെ വരുന്നുണ്ടല്ലോ, ഇത് മേലെ നിന്ന് ഇങ്ങനെ വേര് ഇതിന് താഴ്ത്തി ഇറങ്ങും. ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ആ താഴെ ഇറങ്ങുന്ന വേര്, താഴത്തുനിന്ന് വേര് വളമ വലിച്ച് നേരെ മേലെ കൊടുക്കുമ്പോഴാണ് ഇതിന്റെ വളർച്ച ഡബിൾ ആവുന്നത് അല്ലേ? ഇതിപ്പോ ഈ ഒരു കാലിൽ നമ്മൾ സാധാരണഗതിയിൽ 4 ചെടി നടാം. 4 ചെടി നടാം ഒരു കാലിൽ. അതിങ്ങനെ നട്ടതിന് ശേഷം മേലേക്ക് പൊന്തുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ സാധാരണ ഇവിടെ തുണി കൊണ്ടാണ് കെട്ടുന്നത്. തുണി കൊണ്ട് കെട്ടി മേലെ വരെ എത്തുക. മേലെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അതിൻ്റെ തലപ്പാണ് കട്ട് ചെയ്യും. ഇതിൻ്റെ തലപ്പ് കട്ട് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ബ്രാഞ്ചസ് വരാൻ തുടങ്ങും. നമുക്ക് കൂടുതൽ ബ്രാഞ്ച്, മറ്റത് ഒറ്റ പീസായിട്ടാണ് നിൽക്കുക. അപ്പോൾ ബ്രാഞ്ചുകൾ വരുമ്പോഴേ നമുക്ക് കൂടുതൽ അതാണ് ഇതുപോലെ വരാൻ കാരണം. പിന്നെ ഇത് ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കായ്ച്ച തണ്ടുകളൊക്കെ കട്ട് ചെയ്യണം. അതെ. അടുത്തത് വരണമെങ്കിൽ പുതിയത് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടുക. പഴയതിനെ അപേക്ഷിച്ച് പുതിയത് വരുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് ഇതിന് പ്ലാനിങ് മെറ്റീരിയൽ, അത് തൈ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് അത് അത്യാവശ്യമാണ്. ഇത് പറഞ്ഞാൽ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. അതായത് ബ്ലഡിലെ കൗണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് പിക്ക് ചെയ്ത് തരും ഇത്. പിന്നെ കണ്ടമാനം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്. പിന്നെ ഇത് ഫൈബർ കണ്ടൻ്റ് ആണ്. പിന്നെ കുറേ വിറ്റാമിൻസ് ഉണ്ട്, 5 വിറ്റാമിൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയും ഔഷധമുള്ള ഒരു സാധനം നമ്മൾ വീട്ടിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഫൈബർ കണ്ടന്റ് ആയത് കാരണം എല്ലാവർക്കും ദഹിക്കും. പിന്നെ ഇതിന് പുറത്തുള്ള ഈ ഒരു തൊലി മാത്രമേ ഉള്ളൂ. പിന്നെ അകത്തും മുഴുവൻ ഫ്ലഷാണ്, അതിലൊന്നും ഒഴിവാക്കാനില്ല. വേറെ ഒന്നും ഡയറക്റ്റ് കഴിക്കാം കുട്ടികൾക്ക്. പിന്നെ അത് ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് തേനും കുറച്ച് പാലും ഒഴിച്ചിട്ട് ഒരു ഷേക്കായിട്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത് കഴിയുന്നിടത്തോളം ഇതിൽ പഞ്ചസാര ഇടാതെ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. അതിന് ബദൽ തേൻ ഉപയോഗിക്കാം. ഇപ്പം ഇതിൻ്റെ
നടിൽ രീതി നടുൽ വസ്തു എന്താണെന്നുള്ളത് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട് ഇതിമലായി. ഇതിപ്പോൾ നേരത്തെ ഇതിന് മുമ്പ് ഫ്രൂട്ട് ഉണ്ടായതാണ്. ഇവിടെയും ഇതൊക്കെ ഫ്രൂട്ട് ഉണ്ടായതാണ്. ഇനിയിപ്പോൾ ഇത് 1-2 മാസം കൂടി ഇനി ഇവിടെയൊക്കെ ഫ്രൂട്ട് ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും. അവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഇത് ശരിക്കേ എത്ര 2 മാസം കൂടി ഒക്ടോബർ വരെ ഇനിയും കായുണ്ടാവും. അത് ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് ഏതാണ്ട് ഇനി ഒരു 2-3 പീസാക്കിയിട്ട് നമ്മൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ചെയ്യാനേ എത്ര നീളം? ഏതാണ്ട് ഇതുപോലത്തെ പീസായിരിക്കും. നമ്മൾ ഇത്രയും വലുപ്പത്തിലുള്ള കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കട്ട് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തന്നല്ലോ. അതുപോലെ ഒരു ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് ഇത്രയും മതി. അതായത് നമുക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അതായത് ഒരു കിളുത്ത് വരാം. ഇത്രയും നോട്ടുകളുണ്ട്. ഇതിൽ ഒരെണ്ണം നമുക്ക് കിട്ടിയാൽ മതി. ഇത്ര ആവശ്യം, ഇത്ര നീളം ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഈ സൈഡ് ഒന്ന് ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് കണ്ട് ഇതുപോലെ ചെയ്യും. ഇതെല്ലാം കായ്കൾ വന്ന് കഴിഞ്ഞ് ആ ദണ്ട കട്ടിയുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് കമ്പോസ്റ്റും മണ്ണും ചകിരിച്ചോറും സാധാ മണ്ണ് ഇതുപോലെ ചെറുതായിട്ട് ഒരു ബഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇതുപോലെ കുത്തി വെക്കും. ജസ്റ്റ് കുത്തി വെക്കുക, ഇത്രേ ഉള്ളൂ. ഇത് എത്ര ദിവസം കൊണ്ട് പിന്നെ നമ്മൾ നനയ്ക്കില്ല? ഒന്ന് ചെറുതായിട്ട് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് നനച്ചാൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനയ്ക്കില്ല. ഇത് നമുക്കൊരു 1.5 മാസം കൊണ്ട് തളിര് വരും. തളിരും വേരും വരും. ഇത് മുകളിലോട്ട് വളർന്നു വരും. വളർന്ന് അടുത്തത് അതിന്റെ പ്രൂണിങ് സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് പ്രൂൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ കവറിലിരിക്കുന്നതൊക്കെ എന്താണ് സംഭവം? ഇത് ഇവിടെ നമ്മൾ ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയെ പ്രോത്സാഹിക്കുന്ന രൂപത്തിൽ ഇപ്പം നിങ്ങളിപ്പോൾ 1 ഏക്കർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ഫസ്റ്റിലെ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരൊപ്പം ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്. അത് കേരളത്തിൽ മാത്രമുള്ളൂ? അത് എങ്ങനെ നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ തുടക്കത്തിൽ മലപ്പുറം ജില്ലയാണ്. കാരണം എല്ലാ പുറത്ത് പോയി ചെയ്യാൻ ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിൽ നമുക്ക് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അതിനപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ അകത്ത് ആരെങ്കിലും ഒരു ഏക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അതിൻ്റെ സപ്പോർട്ടുകളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇല്ല അതിന് ഫീസ് നമ്മൾ ഈ പ്ലാന്റിങ് മെറ്റീരിയലിൻ്റെ പൈസ മാത്രമേ വാങ്ങിക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു ഏക്കർ നമുക്ക് 1700 തൈകൾ. അതായത് ഇപ്പോൾ ഈ പുറത്ത് ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് 425 പോസ്റ്റിൽ 4 തൈ വീതം 1700 തൈ ഒരു ഏക്കറിൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഓർഡറാണ്. അപ്പോൾ അയാൾക്ക് ഒരു 2 മാസത്തോളം എടുക്കും ഇത് തൈ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് അവർക്ക് നിലമൊരുക്കലും അതിൻ്റെ വളപ്രയോഗം വളം കാര്യങ്ങൾ ഒരുക്കലൊക്കെ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട തൈകൾ നമ്മൾ സമയത്തിന് റെഡിയാക്കി വെക്കും. അതിൻ്റെ പോസ്റ്റ് ചെയ്യലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മൾ 1 ഏക്കർ ചെയ്യുന്നവർക്ക് 130 രൂപ വെച്ചിട്ടാണ് 130 രൂപ വെച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് പ്രൂൺ ചെയ്യേണ്ടത്. അതായത് ഈ ടയറിൻ്റെ ഈ ഹൈറ്റിൽ, അതായത് 5 അടി ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഈ ലെവലിൽ ഒരു 3 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ബ്രാഞ്ചസുകൾ വരും. അപ്പോൾ അതിൽ ഒരെണ്ണേ വരുന്നുള്ളൂ എങ്കിൽ അത് പിന്നെയും കട്ട് ചെയ്യാം. അതായത് അതും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്ത് അതായത് ഇതിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരുന്നുള്ളൂ എങ്കിൽ ആ ബ്രാഞ്ച് ഒരു 3 ഇഞ്ച് വന്നതിന് ശേഷം പിന്നെ അതൊന്നും കൂടി അതിന് തലപ്പ് കട്ട് ചെയ്യാം. അപ്പോൾ പിന്നെയും കൂടുതൽ ബ്രാഞ്ചുകൾ വരും. നമുക്ക് എത്ര കണ്ട് കൂടുതൽ ബ്രാഞ്ചുകൾ വരുന്നോ അത്രയും കായ്ഫലം കൂടുതൽ. ഇത് നമുക്ക് തൈയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് മൂപ്പായിട്ടില്ല. നമ്മൾ കായ്ച്ച തണ്ട് കട്ട് ചെയ്തിട്ട് വെക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി 1.5 വർഷം കൊണ്ട് കഴിക്കാം. ഇത് തയ്യാക്കി ഇത് വേസ്റ്റ് ആക്കണ്ട. ഇത് നമുക്ക് തയ്യാക്കി ഉപയോഗിക്കാം. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് വെക്കുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ ചുവപ്പ് കഴിഞ്ഞതും വെക്കാതിരിക്കുക. അതായത് ഈ പരാഗണം നടക്കുമ്പോഴേ ആ ഫ്രൂട്ടിൻ്റെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ മെക്സിക്കോയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴേ അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ എങ്ങനെയാലും ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതൊരു പൂന്നല്ല മറ്റേ പൂവിലേക്ക് പോകുന്നത്. ഇനി എങ്ങനെയാണ് സംഭവം? ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്? ഇതിനെ പ്ലാൻ ചെയ്ത് നമ്മളൊരു ബിസിനസ്സിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ നടിൽ
വസ്തുക്കളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇത് എങ്ങനെ നടുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത് ഈ 2 മീറ്ററിൻ്റെ കാലാണ്, കോൺക്രീറ്റിൻ്റെ. അതായത് 4 ഇഞ്ച് കനത്തിലുള്ള 4 to 4 2 മീറ്റർ നീളം ഈ കാലാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ മേൽഭാഗത്ത് 2 ഹോൾസ് ഉണ്ടാവും. അതിൽ ഇതുപോലത്തെ കമ്പി ഇട്ട് കൊടുക്കും. ബാലൻസ് അല്ല, ഇതിൻ്റെ മേലെയാണ് നമ്മൾ ടയർ വെക്കാൻ പോകുന്നത്. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കമ്പി ഉപയോഗിക്കും. എന്നിട്ട് ഇതിൽ 1/2 മീറ്റർ താഴോട്ട് പോകും, കുഴി കുത്തിയിട്ട് 1/2 മീറ്റർ താഴെ പോകും. 1.5 മീറ്റർ, അതായത് 5 അടി മേലെ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹൈറ്റ് ഒന്നുമില്ല. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഹൈറ്റാണ് 5 അടി എന്ന് പറയുന്നത്. 1/2 മീറ്റർ, അതായത് 2 അടി താഴത്തേക്ക് കേട്ടോ. 2 അടി അല്ലെങ്കിൽ 1/2 മീറ്റർ. അപ്പം ഇതിൽ 2 കാര്യങ്ങളാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഇതുപോലെ കല്ലുകൾ, പൊട്ടക്കല്ലുകൾ, വെട്ടുകല്ലുകൾ എന്ന് പറഞ്ഞാൽ അത്ര ഫിനിഷിങ്ങുള്ള കല്ലൊന്നും ആവശ്യമില്ല. ഇതുപോലത്തെ കോറികളിലൊക്കെ കല്ലുകൾ കുറേ വേസ്റ്റ് കല്ലുകൾ കിടക്കും. അപ്പോൾ ആ കല്ലിനെ നമുക്ക്, കാരണം ഇതിന് മേലേക്ക് കയറി പോകാൻ എന്തെങ്കിലും ഒരു മീഡിയ കിട്ടിയാൽ മതി. അപ്പോൾ ഇത്രയും കല്ലുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന് സിമെന്റ് തന്നെയാണ്. സിമെന്റിൽ നമ്മൾ വെറുതെ പെറുക്കി വെച്ചു, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാവുമ്പോൾ പിന്നെ ഇതിൽ 7 കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 കല്ല് ഫൗണ്ടേഷന്, അതിൻ്റെ മേലെ 6 കല്ല്. അപ്പോൾ ഏതാണ്ട് നമുക്ക് നമ്മളെ ഹൈറ്റ് കിട്ടും, ഹൈറ്റ് ഏതാണ്ട് കിട്ടും. പിന്നെ 2 കമ്പി മേലെ വെച്ചിട്ട് അത് കോൺക്രീറ്റിൽ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ 2 10 mm 12 mm കമ്പി മേലെ വെച്ചിട്ട് അത് കോൺക്രീറ്റിൽ ഫിക്സ് ചെയ്യാണ്. ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ടയർ വെച്ച് കെട്ടി. സിമ്പിൾ മെത്തേഡ്. സാറേ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇനിയൊരു ജൈവ രീതിയിൽ ഇവിടെ ഒരു വളം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെ പറ്റിയിട്ട് അറിയേണ്ടത് എന്താണ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ഇവിടെ നമുക്ക് വേണ്ട വളമ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് വാങ്ങുന്ന വളമ എത്ര കണ്ട് അതിൽ എന്തൊക്കെ ഉള്ളതെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് വേണ്ട വളമ ഇവിടെ തന്നെ ചെയ്യാണ്. അത് 2 രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുള്ള, അതായത് മാർക്കറ്റ് വേസ്റ്റ്, കോഴി വേസ്റ്റ് ഇതുകൊണ്ടുള്ള ഒരു വളമ ചെയ്യുന്നുണ്ട്. അതിൽ മാർക്കറ്റിലെ വേസ്റ്റും അതിൽ കോഴിൻ്റെ വേസ്റ്റും കടകൾ എല്ലാം കൂടിയിട്ടില്ല. അതിലൊരു ജൈവ ബാക്ടീരിയ ഉണ്ട്, ഇനാക്കുളം. അത് അതിൽ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 28-30 ദിവസം കൊണ്ട് അത് വളമായി കിട്ടും. എന്നിട്ട് നമ്മളത് ഇതിൽ വെച്ച് തരിച്ചിട്ട് പിന്നെ അതിൽ ബാക്കിയുള്ള ഉണ്ടാവുന്നത് നമ്മളടുത്ത് പൾവറൈസർ ഉണ്ട്, മെഷീന്. അതിൽ വെച്ച് പൊടിച്ചെടുക്കും. അതാണ് ഒന്ന്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ഇത്തളതൊക്കെ ഇടുമല്ലോ, അതിന് ബദൽ നമ്മൾ ഇടുന്നത് മുട്ടത്തോടാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നാച്ചുറായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരെണ്ണം നമ്മൾ ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റാണ്. ഇവിടുത്തെ നമ്മൾ കംപ്ലീറ്റ് ചെടികളെ ഇലകളും മണ്ണുകളും എല്ലാം ഇതിൽ കൊടുന്നിട്ടിട്ട് ഇതിൽ ആഫ്രിക്കൻ മണ്ണിര ഇട്ടിട്ടുണ്ട്. ആ മണ്ണിര നമുക്ക് ഒരു 3-4 മാസം കൊണ്ട് വളമാക്കി തരും. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ 2 ഐറ്റം മണ്ണിരുണ്ട്. ഒന്ന് ഇതിൻ്റെ തണ്ടുകളൊക്കെ കഴിക്കുന്നതും വേറെ ഒന്ന് ഇലകൾ കഴിക്കുന്നു. ഇത് 2 മണ്ണിരും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുക. സ്ലറി ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല, നേരത്തെ എടുത്തിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി എടുക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇവിടെ ബയോഗ്യാസിൻ്റെ സ്ലറി, വീട്ടിൽ ഉള്ള സ്ലറി, അതിവിടെ കൊടുത്തിട്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടെ തേനീച്ച പരാഗണത്തിന് നമ്മളെ ഈ ഡ്രാഗൺ ഫ്രൂട്ടും പാഷൻ ഫ്രൂട്ടൊക്കെ അതിനെ മെയിനായിട്ട് ഈ തേനീച്ചകൾ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സാധാ അതായത് മീഡിയം സൈസ്, നന്നായി ചെറിയ തേനല്ല, സാധാ മീഡിയം തേനീച്ച. ഇത് നമ്മളൊരു 6 കൂടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ കണ്ടു. ഇതേ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇത്രയും നല്ല രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിനല്ലാത്ത ഒരു പുറമേ നിന്നുള്ള ഒരു പഴത്തിനെ ഇത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യണം.
പിന്നെ അത് മാത്രമല്ല സാർ ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരാൾ ഇവിടുന്ന് കുറച്ച് തൈകളും മറ്റു കാര്യങ്ങളും കൊണ്ടുപോവുകയാണെങ്കിൽ ഏകദേശം ഒരു ആദ്യത്തെ കായ്ഫലം ഉണ്ടാകുന്ന വരെയുള്ള സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എത്രത്തോളം നന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നന്നായിട്ട് പറഞ്ഞുതരും. അത് നിങ്ങൾക്ക് സാറിന് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. നിങ്ങൾ എല്ലാവരും നേരിട്ട് വരണം. മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിനടുത്താണ് ഈ സ്ഥലം, നമ്മുടെ ഗ്രീൻ വാലി. അപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ വന്ന് ആ എക്സ്പീരിയൻസ് നിങ്ങളെല്ലാവരും ഒന്ന് ഉൾക്കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ പഠിക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് പഠിക്കാം. എന്ത് കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ സാറ് തയ്യാറാണ്. അപ്പോൾ സാറിനെ പോലെയുള്ള ആളുകൾ നമ്മൾ ഈ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലോകമൊട്ടാകെ അറിയട്ടെ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം, ബാക്കി എല്ലാവരിലേക്ക് എത്തിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇവിടുന്ന് തൈകളും കാര്യങ്ങളെല്ലാം ആർക്ക് എവിടെയുള്ള ആളുകളായാലും അവർക്ക് ഇവിടുന്ന് പാഴ്സൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വളരെ നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഗാനിക് എന്നുള്ള ആ കൺസെപ്റ്റിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഓർഗാനിക് കേരളം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. എനിക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ കൂടി അത് എടുത്തു പറയണം. നമ്മളതിൽ ഞാൻ പറയാൻ വിട്ടുപോയി. ശരിക്കും ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഓർഗാനിക് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ജൈവമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഇവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. നമ്മളെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിരുന്നു ഇവിടെ. അപ്പൊ സാറിന്റെ ഇത് അതിലാണ് കേട്ടോ പ്രത്യേകത. അതാണ് എനിക്ക് പറയേണ്ടത്. കാരണം നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ ഓർഗാനിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോഴേ അപ്പോൾ എൻ്റെ കൺസെപ്റ്റ് അതാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ വളരെ നന്ദിയുണ്ട് ഇത് കാണുന്നവർക്കും. കാരണം ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും സമയം ഞാൻ ഇപ്പോൾ ചിലവാക്കി കൂടുതൽ നിങ്ങൾ ഇത്രയും സമയം ഇത്രയും ആളുകൾ എന്നപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കണ്ട് എടുത്തു വന്നാൽ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് സന്തോഷം സാർ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച്. കാരണം സാറൊന്നും ഒരു ചെറിയ ആളല്ല. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അറിയുന്ന പരിമിതമായ അറിവേ ഉള്ളൂ. നമ്മൾ കൈമാറുമ്പോഴാണ് നിങ്ങൾക്ക് പല അറിവുകൾ അറിയാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ കൈമാറുമ്പോഴാണ് ഇത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ശരിക്കും തന്നെ ഞാൻ പറയാൻ വന്നതാണ്. ഞാനും ഷാജിഖിൻ്റെ സുഹൃത്താണ്. പുള്ളിയാണ് ഇപ്പോൾ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഞാനിവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത് അതാണ്. സാറിൻ്റെ അടുത്ത് ഒരു രാവിലെ മുതൽ ഒന്നാമത് സാറ് ഒരു പ്രൊഫസറാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും മാറ്റി വെച്ച് ഈ കൃഷിയിലേക്ക് ഇറങ്ങുക, അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്ന് ഈ കൃഷിയിലേക്ക് വരിക, ആ കൃഷി നല്ലൊരു രീതിയിൽ വലിയൊരു സംരംഭമായി കൊണ്ടുപോകാൻ അതൊരു ചെറിയ കാര്യമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോട് ഇത്ര നേരം സഹകരിച്ചതിന് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓർഗാനിക് കേരളത്തിൻ്റെ ഈ വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇവിടെ എത്തണം. ഇവിടെ സാറുമായിട്ട് ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് കൂടിയാണിത്. അതും ജൈവമായിട്ട് ചെയ്യാന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയുമാണ്. അപ്പോൾ എല്ലാവരും വരണം. നമ്മുടെ കൂടെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒട്ടുമായി വരണം.